ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇസ്ലാമിക സമൂഹം വിവിധ രീതികളിൽ ആക്രമണത്തിനു വിധേയമായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനാകും. ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? പ്രധാനമായും 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, യഥാർത്ഥ ഇസ്ലാമിക നിയമങ്ങളിലും വ്യവസ്ഥകളിലുമുള്ള അജ്ഞത. ബഹുഭൂരിഭാഗം മുസ്ലിങ്ങളും ജന്മം കൊണ്ട് മുസ്ലിങ്ങളായവരാണ്. ഇസ്ലാമിനെ വേണ്ട വിധം അവർ മനസ്സിലാക്കിയിട്ടില്ല. അത് കാരണം ഇസ്ലാമിനെ ദുരുപയോഗം ചെയ്ത് താൽപ്പര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിലെ പാവകളായി അവർ മാറുന്നു. അതുവഴി ചിലർ ഭീകരവാദികളും തീവ്രവാദികളുമായി മാറുന്നു. പരസ്പരം ചേരിതിരിഞ്ഞ് ആക്രമണം നടത്തുന്നു. പാകിസ്ഥാനിലും സുഡാനിലും എന്തിനേറെ ഗസയിൽ പോലും ഇത് നാം കാണുന്നു. മറ്റു ചിലർ ഭൗതിക ജീവിതം ആഡംബരപൂർണ്ണമാക്കാൻ ഇസ്ലാമിൽ ചില പുത്തൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പടച്ചുണ്ടാക്കി സാധുജനങ്ങളെ വഞ്ചിച്ച് അവരുടെ പണം കൊള്ളയടിക്കുന്നു. ഇത് ഇസ്ലാമിനെക്കുറിച്ചുള്ള മതിപ്പ് മറ്റുള്ളവരിൽ നിന്ന് നീക്കിക്കളയുന്നു. രണ്ടാമത്തെ കാരണം, വ്യക്തി ജീവിതത്തിൽ ഇസ്ലാം ഇല്ല എന്നതാണ്. ഇസ്ലാം എന്നാൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ചലനങ്ങളിലും പാലിക്കേണ്ട നിയമങ്ങളുടെയും വ്യവസ്ഥകളുടെയും ഒരു പൊതുരൂപമാണ്. എന്നാൽ ഇന്ന് ബഹുഭൂരിഭാഗം മുസ്ലിംകളും അതിനെ ജീവിതത്തിൻ്റെ വളരെ ചെറിയ ഒരു ഭാഗവുമായി മാത്രം ബന്ധിപ്പിച്ച് ബാക്കി ഭാഗങ്ങളിലെല്ലാം അവരുടെ താൽപ്പര്യമനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത് അവരെ ജീവനില്ലാത്ത ജഡങ്ങൾക്ക് സമാനമാക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ട ശരീരത്തെ പുഴുക്കളും ഈച്ചകളും മറ്റും ഉപദ്രവിക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. അതുപോലെ ഈമാൻ ശക്തമല്ലാത്ത മുസ്ലിം ജീവനില്ലാത്ത ശരീരം പോലെയാണ്. ശത്രുക്കൾ അതിനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ വിശ്വാസികളെങ്കിൽ നിങ്ങളായിരിക്കും ഉന്നതർ. മൂന്നാമത്തെ കാരണം, മുസ്ലിംകൾക്കിടയിൽ നിന്നും ഐക്യം അപ്രത്യക്ഷമായി എന്നതാണ്. ഒരു കയറിൽ പരസ്പരം ചേർന്ന് നിൽക്കേണ്ട സമുദായം പരസ്പരം ചേരിതിരിഞ്ഞ് അടിപിടി കൂടുന്നു, യുദ്ധം ചെയ്യുന്നു, കൊലയും കൊള്ളയും നടത്തുന്നു. ഇത് ഇസ്ലാമിൻ്റെ മുഖം മറ്റുള്ളവരുടെ മുമ്പിൽ വികലമാക്കപ്പെടാനും അതിനെക്കുറിച്ച് തെറ്റായി ചിന്തിക്കാനും അവസരമൊരുക്കുന്നു. ചുരുക്കത്തിൽ, ഈ അവസ്ഥ തുടരുന്ന കാലത്തോളം മുസ്ലിം സമുദായം ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം പ്രവാചകൻ പഠിപ്പിച്ചു കാണിച്ചു തന്നതിനു വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവയെല്ലാം. അതിനാൽ അള്ളാഹുവിൻ്റെ സഹായം ഈ സമുദായത്തിനു ലഭ്യമാകില്ല.